ഹായ് ഫുഡീസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ അൽഫാമാണ്. നോർമൽ അൽഫാമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പോകുന്നത്. അതിനായി തന്നെ എന്ത് ചെയ്യുക, ഒരു ഫുൾ കോഴി എടുത്ത് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കുക. പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മസാലയ്ക്ക് വേണ്ടിയിട്ട് ചെറിയുള്ളി, വെളുത്തുള്ളി, കാന്താരി മുളക്, ഇഞ്ചി, മല്ലിയില, കറിവേപ്പില, പിന്നെ എന്ത് ചെയ്യുക, ഒരു ചെറിയ നാരങ്ങയും കൂടി എടുത്ത് വെക്കുക. എന്നിട്ട് ഇതൊക്കെ കൂടി നമ്മൾ എന്ത് ചെയ്യുക, മിക്സിയിൽ അരച്ചെടുക്കുക. നന്നായിട്ട് അധികം പേസ്റ്റ് പോലെ അല്ലാണ്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് നമ്മൾ കഴുകി മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യുക. മാരിനേറ്റ് ചെയ്തതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം, പിന്നെ മുളക് പൊടി, പിന്നെ ഗരം മസാല, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, മുളക് പൊടി, ഇത്രയും സാധനങ്ങളും കൂടി ഇട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ മിക്സ് ചെയ്യാം. പിന്നെ കുരുമുളക് ഇടണം മിക്സിയിൽ ഇത് അടിക്കുമ്പോഴും നമ്മൾ ഇടണം, കുരുമുളക് ഇടണം. പിന്നെ ഇതൊക്കെ ഇട്ട് വേണം എന്ത് ചെയ്യാൻ, അടിച്ചെടുക്കാൻ, പേസ്റ്റാക്കി എടുക്കാൻ. എന്നിട്ടിത് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തേച്ച് നന്നായി തിരുമ്മി പിടിപ്പിക്കുക. അതായത് എല്ലാ പത്താറല്ലോ നമ്മൾ ചിക്കൻ എന്ത് ചെയ്യുക, നന്നായിട്ട് ചിക്കൻ ഇങ്ങനെ ജസ്റ്റ് കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞിട്ട് വേണം എന്ത് ചെയ്യുക, ഈ മസാല തേക്കാൻ. ഈ മസാല തേച്ചിട്ട് എന്ത് ചെയ്യുക, പിന്നെ ഇത് പറയാൻ വിട്ടു, ആവശ്യാനുസരണം ഉപ്പും ഇടണം കേട്ടോ. ഉപ്പും പിന്നെ നാരങ്ങ നീരുണ്ടല്ലോ അതും പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളിത് എന്ത് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്ത് തേച്ചിട്ട് എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. ചില്ലി ഫ്ലേക്സ് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇട്ടാലും മതി, കുഴപ്പമില്ല. ഇട്ടിട്ട് എന്ത് ചെയ്യുക, നന്നായി തിരുമ്മിയിട്ട് ഫ്രിഡ്ജിൽ ഒരു 3 മണിക്കൂർ, അല്ലെങ്കിൽ അതിൽ കൂടുതലാണ് അത്രയും നല്ലത്, മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യേണ്ട സമയത്തേക്ക് ഇതെടുത്ത് പുറത്ത് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നിങ്ങൾ നല്ല എയർടൈറ്റുള്ള കണ്ടെയ്നറിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് സൈഡിലേക്ക് വെള്ളം വീണിട്ട് നമ്മളെ ചിക്കൻ്റെ മേലെയൊക്കെ ഐസിൻ്റെ കട്ടയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നോർമൽ നമ്മൾ അടുപ്പിൽ ചാർക്കോൾ ഇട്ടിട്ട് കത്തിക്കും. അപ്പോൾ നന്നായിട്ട് അത് കത്തി വരുന്ന സമയത്ത് ചിരട്ടയിട്ട് ആദ്യം തീ പിടിപ്പിക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ചാർക്കോൾ ഇട്ടിട്ട് ഫാന് വെച്ചിട്ട് ഇങ്ങനെ തീ പിടിപ്പിക്കുകയാണ് ചെയ്യാറ്. എന്ന് വെച്ചാൽ ഊതിയാൽ എത്ര പെട്ടെന്ന് ആവില്ല. അപ്പോൾ ഫാനിങ്ങനെ വെച്ചിട്ട് തീ ഏകദേശം നന്നായിട്ട് കനലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാൻ എടുത്തിട്ട് അങ്ങ് മാറ്റും. അതിനുശേഷം നമ്മൾ ഗ്രില്ലെടുത്തിട്ട് എന്ത് ചെയ്യും, ചിക്കൻ പീസ് ഒരു 3-4 അറ്റ് എ ടൈം വെക്കും. അടുപ്പിൽ വെക്കാൻ പറ്റുന്ന അത്ര വെക്കും. വെച്ചിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ ഗ്രില്ല് ചെയ്യുക. അതായത് ഒരു ഏകദേശം ഒരു 1/4 മണിക്കൂർ എടുക്കും. നല്ല സ്ലോ കുക്ക് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിക്കൻ. അപ്പോൾ കരിഞ്ഞു അത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ചിക്കൻ വെക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ച് എന്തായാലും ഇട്ട് കൊടുക്കണം. അതിൻ്റെ സമയത്ത് എന്ന് വെച്ചാൽ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് മതി, ചെറുതായിട്ടൊന്ന് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഗ്രില്ല് ആകുന്ന വരെ നന്നായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ തീ കെട്ടുക, അത് ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കുക. അടുത്ത ബാച്ച് വീണ്ടും സെയിം പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്കിത് കഴിക്കാം. നമ്മളിപ്പോൾ ഇത് കഴിച്ചത് ഇതിൻ്റെ കൂടി ബട്ടർ നാനാണ്, അതും വീട്ടിലുണ്ടാക്കിയതാണ്. ബട്ടർ നാനും പിന്നെ ഒരു കേട് വെച്ചിട്ടുള്ളൊരു ഡിപ്പുമാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പീസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് തരും. അപ്പോൾ ഇത്രയാണ് നമ്മൾ അൽഫാം ഉണ്ടാക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ്സ് അറിയിക്കുക.